ദൗത്യ സംഘം പിടികൂടിയ കാട്ടാന PM2 ഇനി മുത്തങ്ങയിലെ ആനപ്പന്തിയിൽ. കുങ്കിയാനകളുടെ സഹായത്തോടെ ലോറിയിൽ കയറ്റിയ ആനയെ 12:30യോടെയാണ് മുത്തങ്ങ ആനപ്പന്തിയിൽ എത്തിച്ചത്. ആനയെ കൂട്ടിലേക്ക് മാറ്റി. സുൽത്താൻ ബത്തേരി നഗരത്തിൽ ഭീതി പടർത്തിയ PM2വിനെ ഇന്ന് രാവിലെ 9 മണിയോടെ മുണ്ടക്കൊല്ലി വനമേഖലയിൽ വെച്ചാണ് മയക്കുവെടി വെച്ചത്. വിവരങ്ങളുമായി രതീഷ് വാസുദേവൻ ചേർന്നു. രതീഷ്, മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ കൂടിയാണ് ദൗത്യസംഘം വിജയകരമായി അത് പൂർത്തിയാക്കിയത്. മയക്കുവെടി വെച്ചതിനു ശേഷം ഏത് രീതിയിലാണ് ആനയെ മുത്തങ്ങയിലെ ആനപ്പന്തിയിലേക്ക് കൊണ്ടുവന്നത്? ഇപ്പോൾ എന്താണ് ആനയുടെ സ്ഥിതി? അപർണ, സാഹസികമായിരുന്നു, അതേപോലെ തന്നെ സുരക്ഷിതമായിരുന്നു PM2വിന്റെ മുത്തങ്ങ ആനപ്പന്തിയിലേക്കുള്ള യാത്ര. ഇപ്പോ PM2 P27 വേണ്ടി തയ്യാറാക്കിയ ആനക്കൂട് എന്ന പ്രത്യേകത ഉണ്ടെങ്കിലും PM2 ആണ് ഈ കൂട്ടിൽ ഇപ്പൊ ആദ്യമായി കയറിയതെന്നാണ് വസ്തുത. P27 പാലക്കാട് വേറെ കൂട് ഒരുക്കുന്നത് കൊണ്ട് തന്നെയാണ് PM2 ഇപ്പോൾ P27 വേണ്ടി തയ്യാറാക്കിയ ഈ കൂടിൽ കയറിയത്. വളരെ സുരക്ഷിതമായി തന്നെയാണ്, വളരെ മാനുവലായി. കാരണം സാധാരണ കുങ്കിയാനകളുടെ സാന്നിധ്യത്തിൽ അവരുടെ സഹായത്തോടു കൂടിയാണ് ഇത്തരത്തിൽ കാട്ടാനകളെ ഈ ആനക്കൂട്ടിലേക്ക് എത്തിക്കുക. എന്നാൽ താരതമ്യേന വേറെ മറ്റു പ്രശ്നങ്ങളില്ലാത്ത ചെറിയ ആന എന്ന നിലയിൽ തന്നെ മയക്ക് വെടിയുടെ ആലസ്യത്തിൽ വളരെ പെട്ടെന്ന് തന്നെ വളരെ എളുപ്പത്തിൽ കാട്ടാനയെ ഈ ആനക്കൂട്ടിലേക്ക് മാറ്റുകയായിരുന്നു. ഇതിനിടയ്ക്ക് വെറ്ററിനറി സർജൻ ഡോക്ടർ അരുൺ സക്രിയെ ചെറിയ തോതിൽ പരിക്കേറ്റു. അദ്ദേഹത്തിന്റെ കാലിൽ പരിക്കേറ്റിട്ടുണ്ട്. അദ്ദേഹം ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. എന്നാൽ പരിക്ക് അത്ര ഗുരുതരമല്ല എന്നാണ് പ്രാഥമികമായ നിഗമനം. എന്നാലും മറ്റ് അപകടങ്ങളൊന്നും തന്നെ ഈ ആനയെ വളരെ കുങ്കിയാനകളുടെ അസാന്നിധ്യത്തിൽ കൂട്ടിലേക്ക് മാറ്റുന്നതിൽ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും വീണ്ടും മുത്തങ്ങ ആനത്താവളത്തിലേക്ക് ഒരു കുങ്കിയാന കൂടെ ഇനി ഉണ്ടാവാം എന്നായിരിക്കും ചരിത്രം. ഭീതി സൃഷ്ടിച്ച, നിലവിൽ ആളുകൾക്ക് വലിയ ആശങ്കയുണ്ടാക്കിയ PM2 ഇപ്പോൾ മുത്തങ്ങ ആനക്യാമ്പിലെ ഒരു അംഗമായി മാറിയിരിക്കുന്നു. ഇനി ഒരുപക്ഷെ വരുന്ന നാളുകളിൽ വലിയ തരത്തിൽ ആളുകളുടെ ആശങ്ക പരിഹരിക്കാൻ വനാതിർത്തികൾ കടന്ന് വന്യമൃഗങ്ങൾ നാട്ടിലെത്തുമ്പോൾ കടുവയും ആനയും ഒക്കെ കർഷകർക്കും ജനങ്ങൾക്കും ആശങ്ക സൃഷ്ടിക്കുമ്പോൾ ഒരുപക്ഷെ അവരെയൊക്കെ തുരത്താനും മുൻനിരയിൽ നിൽക്കുക ഈ PM2 ഒക്കെ ആയിരിക്കും എന്നതായിരിക്കും ചരിത്രം. എന്തായാലും അതിനുള്ള പരിശീലനം PM2വിന് ഈ ക്യാമ്പിൽ ലഭിക്കും. അതിനാണ് PM2വിനെ മുത്തങ്ങ ആനക്യാമ്പിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. എന്തായാലും വളരെ വൃത്തിയായി, വളരെ സുരക്ഷിതമായി ഇങ്ങോട്ട് എന്തായാലും കൂട്ടിൽ വളരെ സുരക്ഷിതമായ നിലയിലാണ് ഇപ്പൊ PM2വിന്റെ നിൽപ്പ്. ഇതിനിടയിൽ ഡോക്ടർ വെറ്ററിനറി ഡോക്ടർ പരിക്കേറ്റു എന്നുള്ള ചില ആശങ്ക ഉണ്ടാക്കുന്നുണ്ടെങ്കിലും മറ്റ് അവരുടെ ആഹ്ലാദത്തിന്, ഈ ദൗത്യസംഘത്തിന്റെ ആഹ്ലാദത്തിന് അല്പം നിറം കുറവുണ്ടെങ്കിലും മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല എന്നാണ് അവരുടെ ആത്മവിശ്വാസം. എന്തായാലും നിലവിൽ PM2 സുരക്ഷിതമായി കൂട്ടിലെത്തിയിരിക്കുന്നു. ആളുകളുടെ ആശങ്ക പരിഹരിച്ചിരിക്കുന്നു. അത്തരത്തിൽ വലിയ ദൗത്യം നിർവഹിച്ച സംതൃപ്തിയിലാണ് ഇവിടുത്തെ വനപാലക ദൗത്യസംഘം. 140 അംഗ സംഘം 3 ദിവസമായി ഇതിന് പുറകെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ വിജയകരമായ ദൗത്യം അവർ പൂർത്തീകരിച്ചിരിക്കുന്നു. എന്തായാലും ഉന്നത വന ഉദ്യോഗസ്ഥരൊക്കെ തന്നെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. PM2 സുരക്ഷിതമായി മുത്തങ്ങ ആനപ്പന്തിയിലെ ആനക്കൂട്ടിൽ എത്തിയിരിക്കുന്നത് തന്നെയാണ്. രതീഷ്, നാട്ടുകാരുടെ ആശങ്ക പൂർണ്ണമായും ഒഴിവായിരിക്കുന്നു. രതീഷ്, ഏതായാലും ആനയെ തിരിച്ചു കാട്ടിലേക്ക് വിടാനുള്ള തീരുമാനവും എടുത്തില്ല. ആനപ്പന്തിയിലേക്ക് മാറ്റുകയും ചെയ്തതോടുകൂടി പൂർണ്ണമായും വലിയ രീതിയിൽ രാഷ്ട്രീയ പ്രതിഷേധവും ജനകീയ പ്രതിഷേധവും എല്ലാം ഉണ്ടായ വിഷയമാണ്. അപ്പോൾ അത്തരം ആശങ്കകളും പരാതികളും എല്ലാം പൂർണ്ണമായും പരിഹരിക്കപ്പെട്ടിരിക്കുന്നു വയനാട് ബത്തേരിയെ സംബന്ധിച്ചിടത്തോളം എന്ന് തന്നെ ഉറപ്പിക്കാം ഈ നിമിഷത്തിൽ. അങ്ങനെ പറയാം തീർച്ചയായും. കാരണം
സാധാരണ വനംവകുപ്പിന്റെ ഇത്തരത്തിൽ പിടികൂടുന്ന ആനകളെ ഇത്തരത്തിൽ റേഡിയോ കോളർ ഐഡിയോ ഒക്കെ തന്നെ പിടിപ്പിച്ച് ഉൾവനത്തിൽ വിട്ടയക്കുന്ന ഒരു രീതിയുണ്ട്. എന്നാൽ ആ രീതി ഈ ഇത്തരത്തിൽ പ്രവർത്തിക്കില്ല. കാരണം അക്രമകാരിയായ ആനയാണ്, ജനങ്ങൾക്ക് വീണ്ടും ഇത് പ്രശ്നം ഉണ്ടാക്കാം. അതുകൊണ്ട് ഇതിനെ കൃത്യമായി പിടികൂടി മെരുക്കി ജനോപകാരപ്രദമായ നടപടികൾക്ക് വകുപ്പിന്റെ മറ്റ് സഹായകരമായ നിലപാടിലേക്ക് ഇതിനെ കൊണ്ടുവരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം തീരുമാനങ്ങളുടെ ഭാഗമായി തന്നെയാണ് മുത്തങ്ങ ആന ക്യാമ്പിലേക്ക് PM2വിനെ എത്തിച്ചിട്ടുള്ളത്. അത്തരം പരിശീലനങ്ങളായിരിക്കും ഭാവിയിൽ PM2വിന് ലഭിക്കുക. മികച്ച കുങ്കിയാക്കി PM2വിന് മാറ്റാനുള്ള ശ്രമങ്ങളാണ് വനംവകുപ്പ് നടത്തുന്നത്. എന്തായാലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജനങ്ങൾക്ക് ആശങ്ക ഉണ്ടാക്കുന്ന രീതിയിൽ വനത്തിനകത്ത് വിടുന്ന ഒരു രീതി വനംവകുപ്പ് മുൻപ് സ്വീകരിച്ചിരുന്നു. എന്നാൽ അത് ഉണ്ടാവില്ല എന്ന് വ്യക്തമായി കഴിഞ്ഞു. വനംവകുപ്പ് മന്ത്രിയും അതുപോലെ ഉന്നത ഉദ്യോഗസ്ഥരും വ്യക്തമായി കഴിഞ്ഞു. മികച്ച കുങ്കിയാക്കി PM2വിനെ മാറ്റുക എന്ന് തന്നെയാണ് തങ്ങളുടെ തീരുമാനമെന്നും അവർ അറിയിച്ചു കഴിഞ്ഞു. റൈറ്റ്. രതീഷ് വാസുദേവൻ വയനാട് ബത്തേരിയിൽ നിന്ന് തത്സമയ വിവരങ്ങൾ നൽകുമ്പോൾ അല്പം മുൻപാണ് വെറ്ററിനറി ഡോക്ടറായ അരുൺ സക്രിയയുടെ കാലിൽ പിടിച്ചു വലിക്കുകയും ചെറിയ പരിക്ക് ഡോക്ടർക്ക് ഏൽക്കുകയും ചെയ്തിരിക്കുന്നു. അതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. വീണ്ടും രതീഷ് വാസുദേവനിലേക്ക്. രതീഷ്, ഏറ്റവും എടുത്തു പറയേണ്ടത് വലിയ അംഗബലമുള്ള ഒരു ദൗത്യ സംഘം നടത്തിയ ഓപ്പറേഷൻ അത് ഇന്നലെ പരാജയപ്പെടുകയും ചെയ്തതാണ്. അങ്ങനെ ഉണ്ടായ കൺഫ്യൂഷൻ, മറ്റ് ആനകളുടെ സാന്നിധ്യം ഉണ്ടായത്, അത് വനം വകുപ്പ് മന്ത്രിയടക്കം ഇടപെട്ടുകൊണ്ടുള്ള പരാമർശങ്ങൾ നടത്തേണ്ടതായി വരിക, അങ്ങനെ മുടങ്ങിപ്പോവുകയും ചെയ്യുക അല്ലെങ്കിൽ വിജയത്തിലെത്താതിരിക്കുകയും ചെയ്തതാണ് പിന്നീട് ഇന്ന് രാവിലെ വിജയകരമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞത്. ദൗത്യം പകുതി വഴിക്ക് തടസ്സപ്പെടാൻ ഉണ്ടായ കാരണങ്ങൾ എന്തായിരുന്നു? അതിന്റെ പശ്ചാത്തലം എന്തായിരുന്നു? അതെങ്ങനെ പരിപൂർണമായും ഒരു വിജയത്തിലേക്ക് എത്തിച്ചു ദൗത്യ സംഘം? അപർണ, വളരെ കൃത്യമാണ്. വളരെ യോജിച്ച ഒരു തീരുമാനത്തിലായിരുന്നു, ഐക്യത്തിലായിരുന്നു വനംവകുപ്പിന്റെ ദൗത്യസംഘം മുന്നോട്ട് പോയിരുന്നത്. 3 ദിവസമായി കൃത്യമായ നിർദ്ദേശങ്ങളുടെ ഭാഗമായിട്ടാണ് അവർ ഒന്ന് ട്രാക്കിംഗ് ടീം പോകുന്നു, അതിനു മുമ്പ് കുങ്കിയാനകളുടെ ടീം പോകുന്നു, അതുപോലെ മയക്കുവെടി സംഘത്തിന്റെ ടീം പോകുന്നു. ഇങ്ങനെ കൃത്യമായ രീതിയിൽ ഇതിന്റെ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങിയതുകൊണ്ട് മാത്രമാണ് വളരെ സുരക്ഷിതമായി ഈ PM2വിനെ ഈ ആനക്കൂട്ടിൽ എത്തിക്കാൻ സാധിച്ചത് എന്നതാണ് വ്യക്തമാവുന്നത്. കാരണം കൃത്യമായ രീതിയിൽ അവർ ഒന്നിച്ച് മുന്നോട്ട് പോയി എന്നുള്ളത് തന്നെയാണ്. ഇന്നലെ ഇതിനെ ഡാറ്റ് ചെയ്യാൻ പറ്റാതെ, മയക്കുവെടി വെക്കാൻ പറ്റാത്ത സാഹചര്യം, അത് നിന്ന സ്ഥലം, ആ സാഹചര്യം, പരിസ്ഥിതിയൊക്കെ തന്നെയാണ്. ഒരു ചതുപ്പ് നിലത്തിൽ ഇത് വന്നതുകൊണ്ട് മാത്രമാണ് അതിനെ ഡാറ്റ് ചെയ്യാൻ പറ്റാത്തത്. കൂടെ മറ്റൊരു കൊമ്പനും ഉണ്ടായിരുന്നു. ഈ 2 സാഹചര്യങ്ങൾ കൊണ്ട് സ്വാഭാവികമായി മയക്കുവെടി വയ്ക്കാൻ സാധിച്ചില്ല. അവർ വിലയിരുത്തി ക്ഷമയോടെ കാത്തിരുന്നു. ഇന്ന് രാവിലെ 9 മണിക്ക് കൃത്യമായ സ്ഥലത്തെത്തുകയും അതിനെ കൃത്യമായി മയക്കുവെടി വെച്ച് പിടികൂടാനും വളരെ പെട്ടെന്ന് തന്നെ മുത്തങ്ങയിലെ ആനപ്പന്തിയിൽ എത്തിക്കാനും ആനക്കൂട്ടിൽ വളരെ മാനുവലായിട്ട്, കാരണം സാധാരണ കുങ്കിയാനകളുടെ സാന്നിധ്യത്തിൽ സഹായത്തിലുമാണ് കൂട്ടിലേക്ക് ആക്കാറ്. പക്ഷേ വളരെ ആത്മവിശ്വാസത്തോടെ പരിചയസമ്പന്നരായ വനംവകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ, തൊഴിലാളികളെ ഒക്കെ സഹായത്തോടു കൂടി വളരെ കൃത്യമായി ഇപ്പോൾ PM2വിനെ ഈ ആനപ്പന്തിയിലേക്ക് ആക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ PM2വിനെ പിടികൂടിയത് കൊണ്ട്, ഈ ആനക്കൂട്ടിലാക്കിയത് കൊണ്ട് തന്നെ ഈ ബത്തേരിയിൽ അടുത്തിടെയുണ്ടായ വലിയ ആശങ്ക, നഗരത്തിലേക്ക് ഇറങ്ങുന്ന ആശങ്ക ഇപ്പോൾ വൈൽഡ് ലൈഫ് നമ്മൾ സംസാരിക്കുകയാണ്. ഇതിന് ഡാർട്ട് ചെയ്യാനുള്ള ഒരു നടപടി നമുക്ക് ഒരു ഓർഡർ നമുക്ക് കിട്ടി. നമ്മൾ ഇന്നലെ രാവിലെ ഏകദേശം ഒരു 6 മണി തൊട്ട് 5 മണി വരെ ഞാൻ ഉൾപ്പെടെയുള്ള ഡോക്ടർ ഉൾപ്പെടെയുള്ള സംഘം കാട്ടിൽ നിരീക്ഷിച്ചു. പക്ഷെ നമുക്കിത് ആനയെ കാണാൻ പറ്റുന്നെങ്കിൽ ആനയുടെ കൂട്ടത്തിൽ ഒരു കൊമ്പനും കൂടി ഉണ്ടായിരുന്നു. പിന്നെ ഈ ആന നല്ല ഫാസ്റ്റിൽ ആണ് ഓടുന്നത്. പിന്നെ മാത്രമല്ല ഇത് ഒരുപാട് കൊല്ലിയുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ കൊല്ലിയിലേക്ക് ആന ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഡാർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ആനയെ ഡാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം നമുക്കൊന്ന് കയറ്റിക്കൊണ്ട് വരാൻ പറ്റുന്ന ഒരു പ്ലെയിൻ ആയിട്ടുള്ളൊരു ഏരിയ വേണം ആനയ്ക്ക് ആക്കാൻ. അപ്പോൾ ഏതായാലും ഇന്ന് ചെന്ന് നമ്മൾ 7 മണിക്കാണ് പോയത്. ഒരു 8 മണി ആയപ്പോഴത്തേക്ക് നമുക്ക് ആനയെ എവിടെയാണെന്ന് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഏരിയകളുണ്ട് നമുക്ക് റൈറ്റ്. രതീഷ് വാസുദേവൻ, ഏതായാലും
വൈൽഡ് ലൈഫ് വാർഡൻ കൂടിയാണ് സംസാരിച്ചത്. ആനയെ ദൗത്യ സംഘം മയക്കുവെടി വെച്ചതിൻ്റെ നടപടിക്രമങ്ങളടക്കം വിശദീകരിക്കുകയായിരുന്നു. ഏത് രീതിയിലായിരുന്നു ആ ഓപ്പറേഷൻ വിജയകരമായി പൂർത്തിയാക്കിയത് എന്നത് കൂടി വിശദീകരിക്കുകയായിരുന്നു. ഏതായാലും PM2 ബത്തേരിയെ വിറപ്പിച്ച PM2 ഇപ്പോൾ കൂട്ടിൽ ആയിരിക്കുന്നു. മയക്കുവെടി വെച്ച് രാവിലെ 9 മണിയോടുകൂടിയാണ് ആനയെ തളയ്ക്കുകയും ചെയ്തത്. PM2വിനെ പിടികൂടിയ ദൗത്യസംഘത്തെ അഭിനന്ദിച്ച മന്ത്രി AK ശശീന്ദ്രൻ ദൗത്യസംഘവുമായി സഹകരിച്ച നാട്ടുകാർക്കും വനമന്ത്രി നന്ദി അറിയിച്ചു. PM2വിനെ വെടിവെക്കാൻ ഉത്തരവിടുന്നതിന് ചെറിയ കാലതാമസമുണ്ടായി. പാലക്കാട് ധോണിയിലെ കാട്ടാന ഭീതിക്കും ഉടൻ പരിഹാരമുണ്ടാകുമെന്ന് മന്ത്രി ന്യൂസ് 8നോട് പറഞ്ഞു. 6-ാം തീയതി മുതൽ 7-ാം തീയതി ആകുമ്പോഴേക്കും കാരണം മറ്റ് നടപടികളൊന്നും ഫലപ്രദമാകുന്നില്ല എന്ന് കാണുമ്പോൾ ആണ് നമുക്ക് അന്തിമമായുള്ളൊരു തീരുമാനമാണ് വെടിവെക്കാനുള്ള ഉത്തരവ് നൽകുക എന്നുള്ളത്. അതുകൊണ്ട് വളരെ താമസിച്ചു എന്ന് പറയുന്നില്ല, എന്നാലും കുറച്ചും കൂടി ജാഗ്രത കാണിക്കാമായിരുന്നു. മുഴുവൻ വളണ്ടിയർമാരെയും അവരെ സഹായിച്ച നാട്ടുകാരെയും അതിന് നേതൃത്വം നൽകിയ മുതിർന്ന ഉദ്യോഗസ്ഥന്മാരെയും ജില്ലാ ഭരണകൂടത്തെയും ജനങ്ങൾക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. പാലക്കാട് ധോണിയിലിറങ്ങിയ PT7 എന്ന കാട്ടാനയെ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള നടപടികളും ഉടൻ ആരംഭിക്കും. വയനാട് PM2 കാട്ടാനയെ മയക്കുവെടി വെക്കാൻ പോയ ദൗത്യസംഘം അടുത്ത ദിവസം മടങ്ങിയെത്തുന്നതോടെയാകും നടപടികൾ ആരംഭിക്കുക. വയനാട് PM2 കാട്ടാനയെ പിടികൂടാനുള്ള ദൗത്യം വിജയിച്ചു. ഇനി ധോണിയിലെ PT7 എന്ന കാട്ടാനയെ മയക്കുവെടി വെച്ച് പിടികൂടുകയാണ് അടുത്ത ലക്ഷ്യം. ഇതിനായി വയനാട്ടിലുള്ള ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള ദൗത്യസംഘം അടുത്ത ദിവസം പാലക്കാടെത്തും. PT7നെ തളയ്ക്കാനുള്ള കൂടിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. പ്രദേശത്ത് കുങ്കിയാനയും നിരീക്ഷണം നടത്തുന്നുണ്ട്. ഇന്നിപ്പോൾ PM2നെ പിടിച്ചതുകൊണ്ട് 2 ദിവസത്തിനകം അവർ തിരികെ എത്തുകയും നമുക്കൊരു 3-4 ദിവസത്തിനകം തന്നെ കൂടിൻ്റെ പണി പൂർത്തിയാക്കിയാൽ ഉടനെ തന്നെ ഡോക്ടറുടെ സഹായത്തോട് കൂടിയിട്ടും സഹകരണത്തോടു കൂടിയിട്ടും നമുക്ക് PT7നെ മരിക്കാൻ കഴിയുമെന്നുള്ളൊരു വിശ്വാസത്തിലാണ് വനവകുപ്പ്. ധോണി ജനവാസ മേഖല കൂടുതലുള്ള പ്രദേശമായതിനാൽ ആനയെ പിടികൂടുന്നത് ഏറെ ദുഷ്കരമായ ദൗത്യമാണെന്ന് ഒരുപാട് ഉൾക്കാട്ടിലല്ലാതെയും അതിന് പറ്റുന്ന സാഹചര്യങ്ങൾ ഒരുങ്ങുന്ന സ്ഥലങ്ങൾ നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. ആ ഭാഗത്തൂടെ PT7 മൂവ് ചെയ്തതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അത്തരമൊരു മേഖല ജനവാസ മേഖലയിൽ നിന്ന് ഒരുപാട് ഉള്ളിലേക്ക് മാറിയും എന്നാൽ ഉൾക്കാട്ടിലേക്ക് പോകാതെയുള്ളൊരു സ്ഥലത്ത് വെച്ച് തന്നെയായിരിക്കും ഇതിനെ മയക്കുവെടിക്കാനായിട്ടുള്ള നടപടി സ്വീകരിക്കുന്നത്. ഒരാഴ്ചയ്ക്കകം PT7നെ പിടികൂടാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂസ് 18 പാലക്കാട്. പാലക്കാട് മലമ്പുഴയിൽ കാട്ടാനക്കൂട്ടമിറങ്ങി. ഇന്നലെ വൈകുന്നേരമാണ് മലമ്പുഴ ഡാമിന്റെ സമീപ പ്രദേശങ്ങളായ കവയിലും ചേമ്പനയിലും കാട്ടാനക്കൂട്ടം നിലയുറപ്പിച്ചത്. ഏറെ പരിശ്രമത്തിനൊടുവിലാണ് കാട്ടാനക്കൂട്ടത്തെ കാട് കയറ്റിയത്. തമിഴ്നാട് കുനൂരിൽ കാട്ടാനക്കൂട്ടം തമ്പടിച്ചതിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു. കാസർഗോഡ് ബേനൂരിലെ അഞ്ജുശ്രീയുടെ മരണം ആത്മഹത്യയാണെന്ന് പ്രാഥമിക നിഗമനം. മൊബൈൽ ഫോൺ വിവരങ്ങളും ആത്മഹത്യാക്കുറിപ്പും പോലീസ് കണ്ടെടുത്തു. അതേസമയം മരണത്തിലെ ദുരൂഹത അകറ്റണമെന്നാവശ്യപ്പെട്ട് കുടുംബം രംഗത്ത് വന്നു. കാസർകോട്ടെ ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ചതിനെ തുടർന്നുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങളാണ് അഞ്ജുശ്രീയുടെ മരണത്തിന് കാരണമെന്ന് ചൂണ്ടിക്കാട്ടി ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകിയിരുന്നു. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് നടത്തിയ അന്വേഷണത്തിലാണ് മരണം ആത്മഹത്യയാണെന്ന് തിരിച്ചറിഞ്ഞത്. വീട്ടിൽ നടത്തിയ പരിശോധനയിൽ അഞ്ജുശ്രീയുടെ മൊബൈൽ ഫോണും ആത്മഹത്യാക്കുറിപ്പും പോലീസ് കണ്ടെത്തി. ആത്മഹത്യാക്കുറിപ്പിൽ മാനസിക സമ്മർദ്ദം മൂലം മരിക്കുന്നു എന്നാണ് കുറിച്ചിരിക്കുന്നത്. ഇതിൽ നിന്നാണ് ആത്മഹത്യ എന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തിയത്. പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വിഷബാധയേറ്റാണ് മരണം സംഭവിച്ചതെന്ന് കണ്ടെത്തിയിരുന്നു. രാസപരിശോധനാ ഫലം ലഭിച്ചതിനു ശേഷം മാത്രമേ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഔദ്യോഗിക സ്ഥിരീകരണമുണ്ടാകൂ. പെൺകുട്ടിയുടെ ബന്ധുക്കളും മരണത്തിലെ ദുരൂഹത നീക്കണമെന്നാവശ്യപ്പെട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. പോലീസ് ഇതും കൂടി പരിഗണിക്കേണ്ടതാണ്. 2-ാം തീയതി മുതൽ ഈ കുട്ടി ചികിത്സയിലുമായിരുന്നു. പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്ന പോലീസ് തന്നെയാണ്. പുറത്തുവന്ന വിവരങ്ങൾ ആരോഗ്യവകുപ്പിനും ഭക്ഷ്യസുരക്ഷാ വകുപ്പിനും ആശ്വാസം പകരുന്നതാണ്. KV ബൈജു, ന്യൂസ് 18 കാസർഗോഡ്. കോട്ടയം മെഡിക്കൽ കോളേജിലെ നഴ്സ് രശ്മി രാജന്റെ മരണം ഭക്ഷ്യവിഷബാധ മൂലമാണെന്ന് സ്ഥിരീകരിച്ചു. ഭക്ഷ്യവിഷബാധയാണ് അണുബാധയ്ക്ക് കാരണമായതെന്ന ലാബ് പരിശോധനാ ഫലം പോലീസിന് ലഭിച്ചു. ഇന്നലെ അറസ്റ്റിലായ മുഹമ്മദ് സിറാജുദ്ദീനെ കൂടാതെ ഉടമകൾ ഉൾപ്പെടെ 3 പ്രതികൾ കൂടി കേസിൽ ഉണ്ടാകും.
ഒടുവിൽ രശ്മി രാജിന്റെ മരണത്തിന് കാരണമെന്തെന്ന് അന്തിമമായി സ്ഥിരീകരിക്കുകയാണ്. അൽഫാം കഴിച്ചതിൽ നിന്നുണ്ടായ ഭക്ഷ്യവിഷബാധയാണ് അണുബാധയ്ക്ക് കാരണമായത്. ഇത് ആന്തരാവയവങ്ങളുടെ പ്രവർത്തനത്തെ ബാധിച്ചു. മരണത്തിലേക്ക് നയിച്ചതിന് ഇതാണ് കാരണമെന്ന് ലാബ് റിപ്പോർട്ട് പറയുന്നു. ശാസ്ത്രീയ പരിശോധനാ ഫലം കൂടി ലഭിച്ചതോടെ കൂടുതൽ ശക്തമായ അന്വേഷണത്തിനൊരുങ്ങുകയാണ് പോലീസ്. ഹോട്ടലിലെ ചീഫ് കുക്കായ മുഹമ്മദ് സിറാജുദ്ദീനെ ഇന്നലെ കാടാമ്പുഴയിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇതുകൂടാതെ ഹോട്ടൽ ഉടമയായ കാസർഗോഡ് സ്വദേശി ലത്തീഫ്, മലപ്പുറം സ്വദേശികളായ നൌഷാദ്, റൈസ് എന്നിവരെ കൂടി ഉടൻ അറസ്റ്റ് ചെയ്യുമെന്ന് പോലീസ് വ്യക്തമാക്കി. ന്യൂസ് 18 കോട്ടയം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF ആരെയും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടിയില്ലെന്ന് രമേശ് ചെന്നിത്തല. NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ ഉയർത്തിയ വിമർശനത്തിനാണ് ചെന്നിത്തലയുടെ മറുപടി. തന്നെ പ്രൊജക്ട് ചെയ്തതുകൊണ്ടാണ് UDF പരാജയപ്പെട്ടത് എന്ന ആരോപണത്തിന് അടിസ്ഥാനമില്ല. തന്റെ മതേതര നിലപാടിൽ ഒരിക്കലും വെള്ളം ചേർക്കില്ലെന്നും രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്നും ഒരു മതേതരവാദിയാണ്, മതേതര നിലപാടുള്ള ആളാണ്. എൻ്റെ വ്യക്തി ജീവിതത്തിലും എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലും ഞാൻ ആ നിലപാടിൽ ഉറച്ചു നിന്നിട്ടുള്ളൂ. നാളെയും അത്രയേ ഉള്ളൂ. അതിനകത്തൊന്നും ഒരു വ്യത്യാസവുമില്ല. ആ മതേതര നിലപാടിലൊന്നും ഒരിക്കലും ഞാൻ വെള്ളം ചേർക്കുകയില്ല. NSSന്റെ പ്രതികരണത്തോട് അസഹിഷ്ണുത ഇല്ല എന്ന് VD സതീശന്റെ മറുപടി. സർക്കാരിനെ വിമർശിക്കുന്നത് പോലെ പ്രതിപക്ഷത്തെയും വിമർശിക്കാമെന്നും സതീശൻ പറഞ്ഞു. നമ്മളൊക്കെ നേതൃത്വ തലത്തിലിരിക്കുന്ന ആളുകളാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഗവൺമെന്റിനെ വിമർശിക്കുന്നത് പോലെ തന്നെ പ്രതിപക്ഷവും വിമർശിക്കപ്പെടും. തലനാരിഴകീറി ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളെ ഞങ്ങൾ വിലയിരുത്തുന്ന പോലെ പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനങ്ങളെയും ആളുകൾ വിലയിരുത്തും. അത് പല രീതിയിൽ ആളുകൾ വിമർശിക്കും. ആ വിമർശനത്തിനോടൊന്നും ഞങ്ങൾക്ക് ആർക്കും ഒരു അസഹിഷ്ണുതയില്ല. ഞങ്ങളെക്കുറിച്ച് ആർക്ക് വേണമെങ്കിലും ഏത് രീതിയിലും പറയാം. അത് ഗൗരവതരമായ കാര്യമാണ് മുന്നോട്ട് വയ്ക്കുന്നതെങ്കിൽ ഞങ്ങളത് പരിശോധിച്ച് ഞങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ നമ്മൾ തിരുത്താൻ നോക്കും. കോട്ടയത്ത് ഇടത് മുന്നണിയിൽ പൊട്ടിത്തെറി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കേരള കോൺഗ്രസ് എം മുന്നണി മര്യാദ പാലിക്കുന്നില്ല എന്ന് തുറന്നടിച്ച് CPI ജില്ലാ സെക്രട്ടറി രംഗത്ത് വന്നു. അതേസമയം പാറത്തോടക്കമുള്ള പഞ്ചായത്തുകളിൽ നാളെ രാജിവെക്കുമെന്ന് കേരള കോൺഗ്രസ് അറിയിച്ചു. ധാരണ പ്രകാരം ഡിസംബർ 30-നായിരുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സ്ഥാനങ്ങൾ പാർട്ടികൾ രാജിവെക്കേണ്ടിയിരുന്നത്. CPM-ഉം CPI-യും ധാരണകൾ പാലിച്ചു. പക്ഷേ കേരള കോൺഗ്രസ് എം ഇതിന് തയ്യാറായില്ല. പാറത്തോട് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനവും കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനവും രാജിവെക്കാത്ത കേരള കോൺഗ്രസ് നടപടിയാണ് CPI ചോദ്യം ചെയ്യുന്നത്. ഒരു കാരണവശാലും ഇത് അംഗീകരിക്കാനാകില്ലെന്ന് CPI പറയുന്നു. 5-ാം തീയതി യോഗത്തിൽ വന്ന് ഇന്ന് തന്നെ രാജിവെക്കുമെന്ന് അന്നും പറഞ്ഞു. പക്ഷേ കേരള കോൺഗ്രസിൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും രാജിവെക്കാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല, വീണ്ടും കൂടിയ യോഗത്തിൽ കേരള കോൺഗ്രസ് നേതാക്കന്മാർ നമ്മളോട് പറയുന്നത്, നിങ്ങളുടേതുപോലൊരു കേഡ് പാർട്ടിയാണോ ഞങ്ങളുടേത്, അതുകൊണ്ട് രാജിവെക്കുന്നതിന് ചില അസൗകര്യങ്ങളൊക്കെ അവർ പറയുന്നു എന്നാണ് പറയുന്നത്. അതേസമയം ഇരു സ്ഥാനങ്ങളും നാളെ രാജിവെക്കുമെന്നാണ് കേരള കോൺഗ്രസ് വ്യക്തമാക്കുന്നത്. കൂടുതൽ പ്രതികരണങ്ങൾക്കില്ല. നേരത്തെ ഡിസംബർ 30-നും ജനുവരി 2-നും ജനുവരി 5-നും രാജിവെക്കുമെന്ന് കേരള കോൺഗ്രസ് അറിയിച്ചിരുന്നതായി CPI ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് 18 കോട്ടയം. വന്യജീവി സങ്കേതങ്ങൾക്കും ദേശീയ സംരക്ഷിത ഉദ്യാനങ്ങൾക്കും ചുറ്റും 1 കിലോമീറ്റർ ബഫർ സോൺ നിർബന്ധമാക്കിയ ഉത്തരവിൽ ഇളവ് തേടി കേരളം സുപ്രീംകോടതി. 23 സംരക്ഷിത മേഖലകൾക്ക് ഇളവ് തേടിയാണ് കേരളം സുപ്രീംകോടതിയെ സമീപിച്ചത്. വിധി ജനങ്ങളിൽ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കിയെന്ന് അപേക്ഷയിൽ കേരളം വ്യക്തമാക്കുന്നു. സുപ്രീംകോടതി വിധി വരുന്നതിന് മുൻപ് തന്നെ നിരവധി ചെറുകിട ഇടത്തരം നഗരങ്ങൾ ബഫർ സോൺ മേഖലകളിൽ ഉണ്ടായിട്ടുണ്ട്. ഈ മേഖലകളിലുള്ളവരെ പുനരധിവസിപ്പിക്കുക പ്രായോഗികമല്ല എന്നും കേരളം വ്യക്തമാക്കുന്നു. ബഫർ സോൺ സമരത്തിന് നേതൃത്വം നൽകിയ നേതാവിനെ പുറത്താക്കി കേരള കോൺഗ്രസ്. പമ്പാവാലി സമരത്തിന് നേതൃത്വം നൽകിയ കേരള കോൺഗ്രസ് മണ്ഡല കമ്മിറ്റി അംഗം PJ സെബാസ്റ്റ്യനെയാണ് അച്ചടക്ക വിരുദ്ധ പ്രവർത്തനം ആരോപിച്ച് പുറത്താക്കിയത്. VD സതീശന്റെയും K സുരേന്ദ്രന്റെയും പരിപാടിയിൽ വിഷയം അവതരിപ്പിച്ചത് PJ സെബാസ്റ്റ്യൻ ആയിരുന്നു. പമ്പാവാലി സമരത്തിന്റെ നായകൻ തന്നെ PJ സെബാസ്റ്റ്യനായിരുന്നു. മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളുടെയും ജനകീയ സദസ്സുകൾക്ക് വിഷയം അവതരിപ്പിച്ചിരുന്നത് സെബാസ്റ്റ്യനായിരുന്നു. VD സതീശൻ കഴിഞ്ഞ ദിവസം പമ്പാവാലിയിലെത്തിയപ്പോഴും സെബാസ്റ്റ്യനായിരുന്നു പരിപാടി നിയന്ത്രിച്ച് കാര്യങ്ങൾ അവതരിപ്പിച്ചത്. ഇതിന് പിന്നാലെയാണ് കേരള കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട് നടപടി സ്വീകരിക്കുന്നത്. എരുമേലി മണ്ഡലം കമ്മിറ്റിയാണ് സെബാസ്റ്റ്യനെ പുറത്താക്കിക്കൊണ്ട് പോസ്റ്റർ പതിപ്പിച്ചത്. ജനങ്ങൾക്കൊപ്പം നിന്നതിന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിൽ സങ്കടമില്ലെന്ന് PJ സെബാസ്റ്റ്യൻ പറഞ്ഞു. PJ സെബാസ്റ്റ്യൻ എന്ന ഞാൻ കേരള കോൺഗ്രസ് പാർട്ടിയുടെ വലിയ സമര നേതാവൊന്നുമല്ല. പക്ഷേ അതിൽ പങ്കെടുത്തില്ല എന്നുള്ളത് നമ്മളെ അറിയിച്ചിട്ട് വന്ന പരിപാടി അല്ലാത്തതുകൊണ്ട് ഇവിടുത്തെ ആൾക്കാരും പങ്കെടുത്തില്ല. അതിന്റെ രോഷമൊക്കെ ആ കർഷകന്റെ പാർട്ടി എന്ന് പറയുന്ന ആളുകൾ കർഷകർക്കൊപ്പം നിൽക്കണം എന്നാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളതും KM മാണി സാർ ഉൾപ്പെടെ പഠിപ്പിച്ചിട്ടുള്ളതും അങ്ങനെ. പക്ഷെ ഇപ്പൊ കാണുന്ന നിലപാടതല്ല.
ചില ആളുകൾക്ക് വേണ്ടി മാത്രം ചില നേതാക്കന്മാർ ഇങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് കേരള കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിൽ എനിക്ക് സങ്കടമൊന്നുമില്ല. കാരണം ജനങ്ങൾക്കൊപ്പം നിന്നതിന്റെ പേരിൽ, കർഷകർക്കൊപ്പം നിന്നതിന്റെ പേരിൽ പാർട്ടിയിൽ നിന്ന് പുറത്തായാൽ യാതൊരു വിഷമവുമില്ല. അതേസമയം സെബാസ്റ്റ്യൻ പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയെന്നാണ് കേരള കോൺഗ്രസ് എം ആരോപണം. മുൻപ് തന്നെ നടപടിയെടുക്കാനിരുന്നതാണ്. ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ കേരള കോൺഗ്രസ് പ്രാദേശികമായി നടത്തിയ ബഫർ സോൺ യോഗത്തിൽ സെബാസ്റ്റ്യൻ പങ്കെടുത്തിരുന്നില്ല. ഇതാണ് നേതാക്കളെ വീണ്ടും ചൊടിപ്പിച്ചത്. ന്യൂസ് 18 കോട്ടയം. കാശില്ലാത്തവർ കളി കാണേണ്ട എന്ന കായിക മന്ത്രിയുടെ നിലപാടിനെ എതിർത്ത് പ്രതിപക്ഷം. വരേണ്യ സർക്കാരിന്റെ പ്രതികരണമാണ് മന്ത്രിയിൽ നിന്നുണ്ടായതെന്ന് വി ഡി സതീശൻ പറഞ്ഞു. പട്ടിണി കിടക്കുന്നവനും കാണേണ്ട കളിയാണ് ക്രിക്കറ്റെന്നും ടിക്കറ്റ് നിരക്ക് കുറയ്ക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. അമിതമായ വിലക്കയറ്റം നാട്ടിൽ നടക്കുകയാണ്, അതുകൊണ്ട് കുറച്ചു കൊടുക്കണമെന്ന്. അങ്ങനെ പട്ടിണി കിടക്കുന്നവൻ കളി കാണാൻ പോണ്ട, വേറെ കാര്യമൊന്നുമില്ല. ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിച്ചതിൽ കായിക മന്ത്രിയുടെ വാക്കുകളാണിത്. ടിക്കറ്റ് നിരക്ക് വർധനയെ ചൊല്ലി വിവാദം പുകയുമ്പോൾ സർക്കാരിന് കിട്ടേണ്ട നികുതി പണം കിട്ടണമെന്ന നിലപാടിലാണ് മന്ത്രി. കഴിഞ്ഞ തവണത്തെ 5% വിനോദ നികുതി 12% ഉയർത്തിയതിനെതിരെ വ്യാപക വിമർശനം ഉയരുമ്പോഴാണ് കായിക മന്ത്രിയുടെ വിചിത്ര ന്യായീകരണം. കൂടാതെ നികുതി കുറച്ചാൽ BCCIയും KCAയും നേട്ടം കൊയ്യുമെന്നും മന്ത്രി പറഞ്ഞു. എന്നാൽ വരേണ്യ സർക്കാരിന്റെ പ്രതികരണമാണ് മന്ത്രിയിൽ നിന്നുണ്ടായതെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾ. ഇത്തരം ആളുകളെ എന്തിനാണ് മന്ത്രിസഭയിൽ വെച്ചുകൊണ്ടിരിക്കുന്നതെന്നും വി ഡി സതീശൻ. വരേണ്യവർഗക്കാർക്ക് വേണ്ടി മാത്രമുള്ള ഗവൺമെന്റാണോ ഇത്? സാമ്പത്തിക സ്ഥിതിയുള്ളവർക്ക് വേണ്ടി മാത്രം സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്ന സർക്കാരാണോ ഇത്? ഇതിന് മറുപടി പറയേണ്ടത് മുഖ്യമന്ത്രിയാണ്. എന്തിനാണ് ഇങ്ങനെയുള്ള ആളുകളെ മന്ത്രിസഭയിൽ വെച്ചുകൊണ്ട് നടക്കുന്നത്? പട്ടിണി കിടക്കുന്നവനൊന്നും വന്ന് കളി കാണേണ്ട എന്ന് പറയാൻ ഒരു മന്ത്രിക്ക് ധാർഷ്ട്യമുണ്ടാകണമെങ്കിൽ ഇവരൊക്കെ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? എന്തൊരു മര്യാദകേടാണ് പറയുന്നത്, അസംബന്ധമാണ് പറയുന്നത്. പാവപ്പെട്ടവനും ക്രിക്കറ്റ് കാണണമെന്ന് രമേശ് ചെന്നിത്തല. പാവപ്പെട്ടവൻ കളി കാണരുത് എന്ന് പറയുന്ന മന്ത്രിയുടെ നിലപാടിനോട് ഒരു കാരണവശാലും യോജിക്കാൻ കഴിയില്ല. അദ്ദേഹം അത് പിൻവലിക്കുകയും സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്ക് കൂടി കളി കാണാനുള്ള അവസരം ഉണ്ടാക്കുകയാണ് വേണ്ടത്. കഴിഞ്ഞ തവണത്തേക്കാൾ കുറഞ്ഞ നിരക്കാണ് ഇത്തവണത്തേതെന്നാണ് BCCIയുടെയും KCAയുടെയും വിശദീകരണം. മത്സരം നടക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിൽ വിനോദ നികുതി പൂർണ്ണമായും ഒഴിവാക്കി താരതമ്യേന കുറഞ്ഞ ടിക്കറ്റ് നിരക്ക് ഈടാക്കുമ്പോഴാണ് വരുമാനത്തെ ചൊല്ലിയുള്ള സർക്കാർ KCA പോരെന്നതും ശ്രദ്ധേയം. ന്യൂസ് 18 തിരുവനന്തപുരം. ആലപ്പുഴ കായംകുളത്തുണ്ടായ വാഹനാപകടത്തിൽ ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി വി വേണു IASനും കുടുംബത്തിനും പരിക്കേറ്റു. പുലർച്ചെ 1 മണിക്കായിരുന്നു അപകടം. കൊച്ചുകുളങ്ങരയിൽ വി വേണുവിന്റെ ഔദ്യോഗിക വാഹനം ലോറിയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. വി വേണുവിനൊപ്പം ഭാര്യയും തദ്ദേശ സ്വയംഭരണ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയുമായ ശാരദാ മുരളീധരനും മകനും ഉൾപ്പെടെ 7 പേരാണ് വാഹനത്തിലുണ്ടായിരുന്നത്. പരുമലയിലെ സ്വകാര്യ ആശുപത്രി ചികിത്സയിലുള്ള ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണ്. പാലക്കാട് വാളയാറിൽ കാർ മറിഞ്ഞു. ദേശീയപാതയിൽ തെരുവ് നായ കുറുകെ ചാടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ടാണ് കാർ തലകീഴായി മറിഞ്ഞത്. അപകടത്തിൽ 5 പേർക്ക് പരിക്കേറ്റു. കൊച്ചിയിൽ വീണ്ടും കേബിൾ അപകടം. കളമശ്ശേരി തേവക്കൽ സ്വദേശി AK ശ്രീനിക്കാണ് മുഖത്ത് പരിക്കേറ്റത്. ഇന്നലെ വൈകിട്ട് മകനുമൊത്ത് ബൈക്കിൽ വരുമ്പോഴായിരുന്നു കേബിൾ മുഖത്ത് കുരുങ്ങിയത്. കേബിൾ വലിഞ്ഞു പൊട്ടിയതിനാൽ ബൈക്ക് മറിഞ്ഞില്ല. കേബിൾ മുഖത്ത് ഉരഞ്ഞ് സാരമായി പരിക്കേറ്റ ശ്രീനി കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി. കേബിൾ ശരീരത്തിൽ കുരുങ്ങി കൊച്ചിയിൽ നേരത്തെയും ഇരുചക്രവാഹന യാത്രക്കാർക്ക് പരിക്ക് പറ്റിയിരുന്നു. ഹൈക്കോടതിയുടെ അടക്കം ഇടപെടൽ ഉണ്ടായതിനെ തുടർന്ന് നഗരസഭകൾ നടപടി ആരംഭിച്ചെങ്കിലും ഇപ്പോഴും അപകടങ്ങൾ തുടരുകയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നഴ്സുമാരുടെ പ്രതിഷേധം. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന നഴ്സിനെ മർദ്ദിച്ച സംഭവത്തിലാണ് കേരള ഗവൺമെന്റ് നഴ്സസ് യൂണിയന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. ആരോഗ്യ പ്രവർത്തകർക്ക് നേരെയുള്ള ആക്രമണം അവസാനിപ്പിക്കണമെന്ന് KGNU സംസ്ഥാന ജനറൽ സെക്രട്ടറി SM അനസ് പറഞ്ഞു. ഡ്രിപ്പ് മാറ്റാൻ വൈകി എന്ന് ആരോപിച്ചായിരുന്നു മർദ്ദനം. മെഡിക്കൽ കോളേജിൽ വാർഡ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പ്രസീതയ്ക്കാണ് മർദ്ദനമേറ്റത്. പ്രതി പൂവാർ സ്വദേശി അനുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ആരോഗ്യ പ്രവർത്തകരെ ആക്രമിക്കുന്നവർക്ക് ശിക്ഷയുണ്ട് എന്ന് പറയുമ്പോൾ പോലും അത് വെറും പേപ്പറിലേക്കാണ് ഒതുങ്ങുന്നത്. വീണ്ടും വീണ്ടും ആരോഗ്യ പ്രവർത്തകർ ആക്രമിക്കുന്ന ഈ സാഹചര്യത്തിൽ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഞങ്ങൾക്ക് സുരക്ഷയൊരുക്കേണ്ട സർക്കാരും അധികാരികളും ഇതൊക്കെ കണ്ടിട്ട് മിണ്ടാതിരിക്കുമ്പോൾ, കാരണം ഒരു പ്രതിയെ പിടിച്ച് നമ്മുടെ സമരങ്ങൾ കാരണം ഒരാളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ ജാമ്യത്തിൽ വിടുകയാണ്. അപ്പോൾ വീണ്ടും വീണ്ടും, കാരണം ആരോഗ്യ പ്രവർത്തകരെ ആക്രമിച്ചാൽ ഇത്ര മാത്രമേ ഉള്ളൂ എന്നൊരു ചിന്താഗതി പൊതുസമൂഹത്തിനുണ്ട്. അത് മാറ്റപ്പെടണം. ഇത്രയും കഷ്ടപ്പെട്ട് ജോലി എടുക്കുന്ന ആരോഗ്യ പ്രവർത്തകർക്ക് വേണ്ട സുരക്ഷ ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് ഞങ്ങളുടെ ഈ സൂചന. ഇപ്പം പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ പ്രതിയെ എന്തെല്ലാം ശിക്ഷ, നോൺ ബെയിലബിൾ ആയിട്ടുള്ള എന്തൊക്കെ ശിക്ഷ കൊടുക്കാൻ പറ്റും ആ രീതിയിൽ അതിനുള്ള ശിക്ഷ ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് ഞങ്ങളുടെ പ്രതിഷേധം. ശൈത്യത്തിൽ വിറച്ച് ഉത്തരേന്ത്യ. ഡൽഹിയിൽ കുറഞ്ഞ താപനില 2 ഡിഗ്രിക്കും താഴെയെത്തി.
ഹരിയാനയിലെ ഹിസാറിൽ കുറഞ്ഞ താപനില 1.4 ഡിഗ്രി രേഖപ്പെടുത്തി. ഡൽഹി, പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ റെഡ് അലർട്ടാണ്. 88 തീവണ്ടികൾ റദ്ദാക്കി. ഭൂമി ഇടിഞ്ഞു താഴുന്നതിനെപ്പറ്റി വിശദമായ പഠനത്തിന് വിദഗ്ധ സംഘം ഇന്ന് ജോഷിമഠിലെത്തും. ബോർഡർ മാനേജ്മെന്റ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് സ്ഥലം സന്ദർശിക്കുക. NDRFന്റെ ഒരു സംഘവും DRFന്റെ 4 സംഘങ്ങളും നിലവിൽ ജോഷിമഠിലുണ്ട്. ജോഷിമഠ് മുനിസിപ്പാലിറ്റിയിലെ 9 വാർഡുകൾ ജീവിക്കാൻ സുരക്ഷിതമല്ലാത്ത സ്ഥലമായി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചു. ഭൂമി ഇടിഞ്ഞു താഴുന്ന പ്രതിസന്ധിക്ക് പരിഹാരം കാണുന്നതിനുള്ള നടപടിക്ക് കേന്ദ്രം മുൻകൈയെടുക്കുമെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കിയിരുന്നു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് അടുത്ത വർഷം നോൺ വെജ് വിളമ്പാനുള്ള നീക്കത്തെ അപലപിച്ച് മുസ്ലിം ലീഗ് നേതാവ് KPA മജീദ്. ഭക്ഷണവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദം നിർഭാഗ്യകരമാണെന്നും ഭക്ഷണത്തിൽ വിഭാഗീയത ഉണ്ടാക്കിയതിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും വിദ്യാഭ്യാസ മന്ത്രിക്കും സർക്കാരിനുമാണെന്നും മജീദ് കുറ്റപ്പെടുത്തി. കലോത്സവത്തിൽ സസ്യേതര വിഭവങ്ങളും വേണമെന്ന ആവശ്യം ആദ്യം ഉയർന്നത് ഇടത് കേന്ദ്രങ്ങളിൽ നിന്നാണ്. ഒരു കാര്യവുമില്ലാതെ വിദ്യാഭ്യാസ മന്ത്രി ഇത് ഏറ്റുപിടിക്കുകയായിരുന്നുവെന്നും KPA മജീദ് ഫേസ്ബുക്ക് പോസ്റ്റിൽ വിമർശിക്കുന്നു. പേരിന്റെ അറ്റത്ത് നമ്പൂതിരി ഉണ്ട് എന്ന് കരുതി പഴയിടത്തെ അപമാനിക്കുന്നത് എന്തിനാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ബോധപൂർവം വർഗീയവൽക്കരിക്കാൻ ചിലർ ശ്രമിച്ചു. ഇത് കേരളത്തിന് പറ്റുന്ന പ്രവണതയല്ല. കലോത്സവത്തിന്റെ ശോഭ കെടുത്തുന്ന തരത്തിലുള്ള ചർച്ചയായി പോയെന്നും സതീശൻ വിമർശിച്ചു. അപമാനിച്ച് പറഞ്ഞയക്കാൻ എന്താണ് ഉണ്ടായത്? എന്ത് കാര്യമാണ് ഉണ്ടായത്? എന്തിനാണ് ഇത്തരം ഒരു ചർച്ച അവിടെ വന്നത്? അവിടെ വെജിറ്റേറിയൻ മാത്രമേ നോൺ വെജിറ്റേറിയൻ ആക്കണമെന്ന് ഗവൺമെന്റ് തീരുമാനിച്ചു. ആർക്കാണ് പരിഭവം? അതിന് ആ മനുഷ്യനെ അപമാനിക്കേണ്ട വലിയ കാര്യമുണ്ടോ? പേരിന്റെ അറ്റത്ത് അദ്ദേഹത്തിന്റെ ഒരു നമ്പൂതിരി ഉണ്ട് എന്ന് കരുതി അദ്ദേഹത്തെ അങ്ങനെ അപമാനിക്കുന്നത് ശരിയാണ്? ഇതൊന്നും നല്ല ട്രെൻഡല്ല. ഇതൊക്കെ അപകടകരമായ ട്രെൻഡാണ്. ഇതൊന്നും കേരളത്തിന് യോജിച്ച കാര്യങ്ങളല്ല. ഇതൊക്കെ ഈ വിവാദങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ശരിയല്ല. പാണക്കാട് കുടുംബത്തെ ഒപ്പം നിർത്തി മുജാഹിദ് നേതൃത്വത്തെ വെല്ലുവിളിച്ച് സമസ്ത. പാണക്കാട് കുടുംബം യഥാർത്ഥ സുന്നികളായതുകൊണ്ടാണ് മുജാഹിദ് സമ്മേളനത്തിൽ നിന്ന് വിട്ടുനിന്നതെന്ന് സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു. പാണക്കാട്ടെ പ്രമുഖരെല്ലാം പങ്കെടുത്ത സമ്മേളനത്തിൽ രൂക്ഷമായ വിമർശനമാണ് KNM നേതൃത്വത്തിനെതിരെ ഉയർന്നത്. സമ്മേളനമാണ് മറുപടിയെന്ന് പറയുന്ന മുജാഹിദ് നേതൃത്വത്തിനുള്ള മറുപടിയായിരുന്നു സമസ്തയുടെ ആദർശ സമ്മേളനം. ദിവസങ്ങൾ കൊണ്ട് കോഴിക്കോട് കടപ്പുറത്ത് ആയിരങ്ങളെ നിരത്തിയായിരുന്നു സമസ്തയുടെ മറുപടി. മുജാഹിദ് സമ്മേളനത്തിൽ നിന്ന് വിട്ടുനിന്ന പാണക്കാട് കുടുംബത്തിലെ പ്രമുഖരെല്ലാം ആദർശ സമ്മേളന വേദിയിലുണ്ടായിരുന്നു. വിദേശത്ത് നിന്ന് പാണക്കാട് സാദിഖലി തങ്ങൾ ഓൺലൈനായും പങ്കെടുത്തു. യഥാർത്ഥ സുന്നികളായതുകൊണ്ടാണ് പാണക്കാട് കുടുംബം മുജാഹിദ് സമ്മേളനത്തിൽ പങ്കെടുക്കാതിരുന്നതെന്ന് സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു. ബഹുമാനപ്പെട്ട പാണക്കാട് സാധാത്തുക്കളെ പരിഹസിച്ചു കൊണ്ടിട്ട് അവർ എഴുതിയതാണത്. അവരങ്ങോട്ട് പോകാത്തത് കൊണ്ടിട്ട് സമസ്ത വിളിക്കിയത് കൊണ്ട് അല്ലേ എന്നുള്ളതല്ല. അവർ യഥാർത്ഥ സുന്നികളായതുകൊണ്ട് അവർ പരമ്പരാഗതമായി സ്വീകരിച്ചു പോകുന്നതായ ഒരു നിലപാടാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരു പരിപാടിയിലും ആദർശപരമായുള്ള പരിപാടിയിലൊന്നും പങ്കെടുക്കാൻ പാടില്ല. മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റിയിൽ നിന്ന് വിട്ടുനിന്നതിനെ തുടർന്ന് KNM സെക്രട്ടറി മജീദ് സ്വലാഹി ഇറക്കിയ കുറിപ്പ് വായിച്ചായിരുന്നു ജിഫ്രി തങ്ങളുടെ മറുപടി. മുജാഹിദ് സമ്മേളനം പരാജയപ്പെട്ടതിന് സമസ്തയുടെ മേൽ കുതിര കയറേണ്ടെന്ന് അദ്ദേഹം താക്കീതും നൽകി. ആത്മീയ ചൂഷണത്തിനെതിരെ മുജാഹിദ് നേതൃത്വം 3 മാസം നീണ്ടുനിൽക്കുന്ന ക്യാമ്പയിൻ പ്രഖ്യാപിച്ചതോടെ പോര് രൂക്ഷമാവുമെന്നുറപ്പ്. മറുപടി സമ്മേളനങ്ങളുടെ ഒരു തുടർച്ച തന്നെ ഇനി ഉണ്ടാവാനാണ് സാധ്യത. ന്യൂസ് 18 കോഴിക്കോട്. താരസംഘടനയായ അമ്മയ്ക്ക് GST നോട്ടീസ്. 2017 മുതലുള്ള GST ഉടൻ അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് GST വകുപ്പാണ് നോട്ടീസ് നൽകിയത്. സ്റ്റേജ് ഷോകളിൽ നിന്ന് അടക്കം കിട്ടിയ വരുമാനത്തിന്റെ കണക്കും GST വകുപ്പ് പരിശോധിച്ചു. അമ്മയുടെ ജനറൽ സെക്രട്ടറി ഇടവേള ബാബുവിനാണ് GST വകുപ്പ് നോട്ടീസ് നൽകിയത്. അതേസമയം എത്ര തുക തിരികെ അടയ്ക്കണമെന്ന് കാണിച്ചുള്ള ഇന്റിമേഷൻ നോട്ടീസ് അല്ല ലഭിച്ചതെന്ന് ഇടവേള ബാബു വ്യക്തമാക്കി. ലഭിച്ച നോട്ടീസിന് ഉടൻ മറുപടി നൽകാനാണ് അമ്മയുടെ തീരുമാനം. ഇടുക്കിയിലെ ഭൂപ്രശ്നം ചർച്ച ചെയ്യാനായി ചേരാനിരുന്ന യോഗം മാറ്റിവെച്ചു. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഓൺലൈനായി യോഗം ആരംഭിച്ചെങ്കിലും വിശദമായി ചർച്ച ചെയ്യേണ്ടതുണ്ടെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. തുടർന്ന് മറ്റൊരു ദിവസത്തേക്ക് യോഗം മാറ്റിവെക്കുകയായിരുന്നു. ഇടുക്കിയിലെ പട്ടയ വിതരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ബഫർ സോൺ ആശങ്കകളുമാണ് യോഗത്തിൽ ചർച്ച ചെയ്യാൻ ഇരുന്നത്. പക്ഷിപ്പനി സ്ഥിരീകരിച്ചതിനെ തുടർന്ന് തിരുവനന്തപുരം അഴൂർ ഗ്രാമപഞ്ചായത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടങ്ങി. പക്ഷിപ്പനി സ്ഥിരീകരിച്ച സ്ഥലത്തിന് 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള പ്രദേശത്തെ കോഴി, താറാവ് ഉൾപ്പെടെയുള്ള മുഴുവൻ പക്ഷികളെയും കൊല്ലുന്നതിനായി വീടുകളിലെത്തി ശേഖരിച്ചു തുടങ്ങി. 3000-ഓളം പക്ഷികളെയാണ് കൊല്ലുക. പഞ്ചായത്തിലെ ആൾപ്പാർപ്പില്ലാത്ത പ്രദേശമായ കുഴിയം പുറമ്പോക്ക് ഭൂമിയിൽ ഇവയെ സംസ്കരിക്കും.
തിരുവനന്തപുരം പാറ്റൂരിലെ ഗുണ്ടാക്രമത്തിൽ കേസെടുത്ത് പോലീസ്. ഓംപ്രകാശും സുഹൃത്തുക്കളും മുട്ടട സ്വദേശി മിഥുന്റെ നേതൃത്വത്തിലുള്ള സംഘത്തെയാണ് ആക്രമിച്ചത്. ഞായറാഴ്ച പുലർച്ചെയായിരുന്നു ആക്രമണം. എതിർ സംഘത്തിലുള്ളവർ ഓംപ്രകാശിന്റെ സംഘത്തിൽപ്പെട്ട ആളുടെ വീട് നേരത്തെ ആക്രമിച്ചിരുന്നു. ഇതിന്റെ പ്രതികാരമാണ് പാറ്റൂരിൽ നടന്നത്. മിഥുന്റെ സംഘത്തിലുള്ളവരെ മ്യൂസിയം പോലീസ് അറസ്റ്റ് ചെയ്തു. ഓംപ്രകാശിനും സംഘത്തിനുമെതിരെ പേട്ട പോലീസും കേസെടുത്തിട്ടുണ്ട്. വിവാഹമോചനവുമായി ബന്ധപ്പെട്ട നടപടികൾക്ക് ഒറ്റപ്പാലം കുടുംബ കോടതിയിലെത്തിയ യുവതിക്ക് വെട്ടേറ്റു. മനുശ്ശേരി സ്വദേശിനി സുബിതയ്ക്കാണ് വെട്ടേറ്റത്. ഇവരുടെ ജീവിത പങ്കാളിയായിരുന്ന രഞ്ജിത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൈകളിൽ ഗുരുതരമായി പരിക്കേറ്റ യുവതിയെ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. 11ഓടെ കോടതിക്ക് സമീപമായിരുന്നു ആക്രമണം. സുബിതയും രഞ്ജിത്തും പരസ്പര ധാരണയോടെ വേർപിരിയാൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ വിവാഹമോചന നടപടികൾ പൂർത്തിയായിരുന്നില്ല. ഇതിനിടെ സുബിത മറ്റൊരു സുഹൃത്തിനൊപ്പം പോയതിന്റെ വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്ന് പോലീസ് പറഞ്ഞു. കൊച്ചി മോഡൽ പീഡനക്കേസിൽ പ്രതി ഡിംപിൾ ലാബയ്ക്ക് ജാമ്യം. കർശന വ്യവസ്ഥകളോടെയാണ് ജാമ്യം അനുവദിച്ചത്. അന്വേഷണ സംഘം അന്തിമ കുറ്റപത്രം സമർപ്പിക്കും വരെ ജില്ല വിട്ട് പുറത്തുപോകരുത്. വിചാരണ പൂർത്തിയാകും വരെ കേരളം വിട്ട് പുറത്തുപോകരുത്. ജസ്റ്റിസ് ബച്ചു കുര്യന്റെ ബെഞ്ചാണ് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത്. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ദേശീയ പ്രസിഡന്റായി പി കെ ശ്രീമതിയെ തെരഞ്ഞെടുത്തു. മറിയം ധാവലെ സെക്രട്ടറിയായി തുടരും. കെ ശൈലജ, പി സതീദേവി, സൂസൻ കോടി, പി കെ സൈനബ എന്നിവരാണ് വൈസ് പ്രസിഡന്റുമാർ. എൻ സുകന്യ, സി എസ് സുജാത എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായി തെരഞ്ഞെടുത്തു. സുശീല ഗോപാലിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു മലയാളി ദേശീയ പ്രസിഡന്റ് സ്ഥാനത്ത് വരുന്നത്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഇൻസ്പെക്ടർ പി ആർ സുനുവിനെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു. വി വി വിനോദ് വിവരങ്ങളുമായി ചേരുന്നു. വിനോദ്, ക്ലീൻ ചിറ്റ് കൊടുക്കാനുള്ള ശ്രമം ഒരു ഭാഗത്തുനിന്ന് നടക്കുന്ന സമയത്തും സർവീസിൽ നിന്ന് പിരിച്ചുവിടാനുള്ള ഒരു നീക്കത്തിലേക്ക് കടന്നിരിക്കുന്നു സർക്കാർ. വിവരങ്ങളിലേക്ക്. അപർണ, നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് സുനു. നേരത്തെ തന്നെ ഈ കൂട്ടബലാത്സംഗം ഉൾപ്പെടെയുള്ള കേസുകൾ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ മണൽ, മദ്യ മാഫിയകൾ, സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായുള്ള ബന്ധം തുടങ്ങി നിരവധി ആരോപണങ്ങൾ നേരിട്ട ഉദ്യോഗസ്ഥനാണ്. അഴിമതി കേസുകൾ നിരവധിയുണ്ട്. പിന്നെ കോസ്റ്റൽ പോലീസിലേക്ക് മാറ്റപ്പെടുകയും നേരത്തെ കൊച്ചിയിലുണ്ടായിരുന്ന സമയത്തുള്ള കേസുകൾ തുടങ്ങി അനവധി വിഷയങ്ങൾ പരിഗണിച്ചിരുന്നു. നേരത്തെ സുനുവിനോട് നേരിട്ട് ഹാജരായി വിശദീകരണം നൽകണമെന്ന് DGP നിർദ്ദേശിച്ചു. എന്നാൽ സുനു അതിന് തയ്യാറായിരുന്നില്ല. മറിച്ച് ചികിത്സയിലാണെന്ന കാര്യം കാട്ടി ഈ തെളിവ് അല്ലെങ്കിൽ മൊഴി നൽകുന്നത് അല്ലെങ്കിൽ വിശദീകരണം നൽകുന്നത് നീട്ടിവെക്കാനുള്ള ഒരു നീക്കമാണ് സുനുവിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതായത് പരമാവധി ഈ സംഭവം നടപടി തനിക്കെതിരെ ഉണ്ടാകാവുന്ന നടപടി പരമാവധി നീട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളാണ് സുനുവിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. നിയമപരമായി ചില കാര്യങ്ങൾ ഉപദേശങ്ങൾ കൂടി തേടിയ ശേഷമാണ് സുനു ഇങ്ങനെ പെരുമാറുന്നതെന്ന് പോലീസ് ആസ്ഥാനത്തിന് മനസ്സിലായിരുന്നു. ഏതായിരുന്നാലും സുനുവിനെ ഓൺലൈൻ വഴി, അതായത് സുനു ചികിത്സയിലാണെന്ന് അറിയിച്ചതോടുകൂടി ഓൺലൈനിലൂടെ മൊഴി നൽകാൻ DGP ആവശ്യപ്പെടുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഓൺലൈൻ വഴി സുനു കാര്യങ്ങൾ വിശദീകരിച്ചു. ഇതിനിടയിലാണ് നേരത്തെ ഈ കൂട്ടബലാത്സംഗ കേസിൽ സുനുവിന് അന്വേഷണ സംഘം ക്ലീൻ ചിറ്റ് നൽകിയത്. യുവതിയുടെ ഭർത്താവ് തന്നെ മൊഴി നൽകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. സുനുവിനെതിരെ ചിലർ നടത്തിയ നീക്കമാണ് തങ്ങളെ കൊണ്ട് ഇങ്ങനെ ഒരു പരാതിയിലേക്ക് നയിച്ചതെന്ന വിശദീകരണമാണ് അന്വേഷണ സംഘത്തിന് നൽകിയതെന്ന വിശദീകരണം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് വരികയും പിന്നീട് സുനുവിന് അതിൽ ക്ലീൻ ചിറ്റ് നൽകുകയും ചെയ്തിരുന്നു. പക്ഷെ അതും ചില ഇടപെടൽ വഴിയാണ് ആ കേസ് ഒതുക്കി തീർക്കാനുള്ള ഭാഗമാണ് എന്ന ആരോപണം ആ സമയത്ത് തന്നെ ഉയർന്നിരുന്നു. ഏതായിരുന്നാലും സുനുവിന്റെ പൂർവ്വകാല ചരിത്രം പൂർണ്ണമായി പരിശോധിച്ചാണ് ഇപ്പോൾ പോലീസ് ആസ്ഥാനം സുനുവിനെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടിരിക്കുന്നത്. റൈറ്റ്, വി വി വിനോദ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകി. ബ്രസീലിൽ പാർലമെന്റും സുപ്രീം കോടതിയും ഉൾപ്പെടെ ആക്രമിച്ച് മുൻ പ്രസിഡന്റ് ബോൾസനാരോയുടെ അനുകൂലികൾ. 3000-ലേറെ വരുന്ന സംഘം പ്രസിഡന്റിന്റെ കൊട്ടാരവും ആക്രമിച്ചു. പ്രതിഷേധക്കാരെ നേരിടാൻ സൈന്യത്തെ വിന്യസിച്ചു. 2 വർഷം മുൻപ് അമേരിക്കയിൽ ട്രംപ് അനുകൂലികൾ നടത്തിയ ക്യാപിറ്റോൾ ആക്രമണത്തിന് സമാനമായ ആക്രമണമാണ് ബ്രസീലിൽ അരങ്ങേറിയത്. ദേശീയ പതാകയിലെ മഞ്ഞയും പച്ചയും നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചെത്തിയ ബോൾസനാരോ അനുകൂലികൾ തലസ്ഥാനമായ ബ്രസീലിയയിലും രാജ്യത്തെ പ്രധാന നഗരമായ സാവോപോളയിലുമടക്കം സംഘടിച്ചെത്തി കലാപം സൃഷ്ടിച്ചു. തെരഞ്ഞെടുപ്പിൽ ബോൾസനാരോയെ കഷ്ടിച്ച് പരാജയപ്പെടുത്തിയതു മുതൽ ലുലയെ അധികാരത്തിലേറ്റുന്നത് തടയാൻ സൈനിക ഇടപെടൽ ആവശ്യപ്പെട്ട് ബോൾസനാരോ അനുകൂലികൾ ബ്രസീലിലെ സൈനിക താവളങ്ങൾക്ക് പുറത്ത് പ്രതിഷേധത്തിലാണ്. ഒടുവിൽ ലുല അധികാരമേറ്റ 8-ാം ദിവസമാണ് ബ്രസീലിനെ ഞെട്ടിച്ച അതിക്രമം.
കലാപകാരികൾ വാതിലുകളും ജനലുകളും തകർത്ത് പാർലമെന്റ് മന്ദിരത്തിലേക്ക് പ്രവേശിക്കുന്നതടക്കമുള്ള ദൃശ്യങ്ങൾ പുറത്തുവന്നു. കലാപകാരികൾ കൈയടക്കിയ തന്ത്രപ്രധാന മേഖലകളുടെ എല്ലാം നിയന്ത്രണം സുരക്ഷാസേന തിരിച്ചുപിടിച്ചിട്ടുണ്ട്. പാർലമെന്റ് മന്ദിരം ഉൾപ്പെടെ സ്ഥിതി ചെയ്യുന്ന മേഖലയിൽ നിരോധനാജ്ഞയും പ്രഖ്യാപിച്ചു. 200-ലധികം പേരെ പോലീസ് പിടികൂടി. തെരഞ്ഞെടുപ്പിന് പിന്നാലെ രാജ്യം വിട്ട ബോൾസനാരോ നിലവിൽ അമേരിക്കയിലെ ഫ്ലോറിഡയിലാണുള്ളത് എന്നാണ് വിവരം. ജനാധിപത്യത്തിന് നേരെ നടന്ന ആക്രമണമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ പ്രതികരണം. ബ്രസീലിൽ കഴിയുന്ന അമേരിക്കൻ പൗരന്മാരോട് സുരക്ഷിതരായിരിക്കാനും രാജ്യം വിടാനും അമേരിക്കൻ എംബസി നിർദ്ദേശം നൽകി. ബ്രിട്ടനും എല്ലാ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളും ലുല ഡ സിൽവയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് 18. പശ്ചിമഘട്ടത്തിന്റെ തെക്ക് നിന്നുള്ള പ്രഭാത ദൃശ്യങ്ങളാകാം ഇനി. പൊക്കം കുറഞ്ഞ മലനിരകൾ അതിരിടുന്ന തിരുവനന്തപുരം നെയ്യാർ ഡാമിന്റെ മനോഹര ദൃശ്യങ്ങൾ പകർത്തിയത് ക്യാമറമാൻ ബിപിൻ മുരളി. പ്രകൃതിയുടെ ആ വിസ്മയ കാഴ്ചകളോടുകൂടി വാർത്തയിൽ നിന്ന് പൂർണ്ണമാകും. നമസ്കാരം.